ഡോക്ടർ ലവ് എ റിയൽ ലൈഫ് സ്റ്റോറി. രചന മരിയ ജോൺസൺ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഞാനൊരു ഡോക്ടറാണ്. PhD നേടിയ ഒന്നാന്തരം ഡോക്ടർ. ഈ മികവ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഠനത്തിലായിരുന്നില്ല, പ്രണയത്തിലായിരുന്നു. സ്വന്തമായിട്ട് പ്രണയമൊന്നുമില്ലെങ്കിലും പ്രണയിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ ഞാൻ ബഹുമിടിക്കുകയായിരുന്നു. എൻ്റെ പേര് സൂസൻ. ഫുൾ നെയിം സൂസൻ സാറാ ജോയ് ഫ്രം ചങ്ങനാശ്ശേരി. സ്കൂളിൽ എൻ്റെ മെയിൻ ഹോബി പ്രണയക്കുരുവിളെ ഓരോരുത്തരെയും കണ്ടെത്തുക, അവർക്ക് ധൈര്യം നൽകുക, അവർ സ്നേഹിക്കുന്ന ആളായി ഒന്നിപ്പിക്കുക. അതിനായി എൻ്റെ ഓരോ ബ്രേക്ക് ടൈം പോലും ഞാൻ മാറ്റിവെച്ചു. എൻ്റെ ഈ ത്യാഗമനോഭാവം ആരും തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ഞാൻ എൻ്റെ സാമ്രാജ്യം കോളേജിലേക്ക് വിപുലീകരിച്ചു. അപ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ സ്നേഹയെ ക്ലാസ്സിലെ കാർത്തിക് നോക്കുന്ന ഞാൻ കണ്ടത്. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായി, ഈസ് ഇൻ ലവ്. എൻ്റെ മനസ്സിൽ 100,000 ലഡു പൊട്ടി. അവൻ എവിടേക്ക് പോയാലും കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ അരികിൽ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. കാർത്തിക് എനിക്ക് FB റിക്വസ്റ്റ് അയച്ചു. അവൻ്റെ ഉദ്ദേശം അറിയാവുന്നതുകൊണ്ട് ഞാൻ 2 ദിവസം അത് കണ്ടില്ലെന്ന് വെച്ചു. നമ്മളോടാ കളി. അവസാനം പാവം തോന്നി ഞാൻ ആക്സെപ്റ്റ് ചെയ്തു. പിന്നെ പടപടാകുന്ന മെസ്സേജുകളുടെ പ്രവാഹമായിരുന്നു. ഹായ് സൂസൻ, സുഖാണോ? വീട് എവിടെയാ? വീട്ടിൽ ആരൊക്കെയുണ്ട്? അങ്ങനെ പോയി കാർത്തികിൻ്റെ മെസ്സേജ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ടോപ്പിക്കിലേക്ക് എത്താൻ അവന് കുറച്ച് സമയമെടുത്തു. വൈകാതെ മീൻ ചൂണ്ടയിൽ കൊത്തി. സൂസൻ, നിന്റെ ഫ്രണ്ട് സ്നേഹക്ക് റിലേഷൻ വല്ലതും ഉണ്ടോ? ആ മെസ്സേജ് കണ്ടത് എൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ എന്നെ പിന്നെ കുറേ സോപ്പിടലായി. അത് വാങ്ങിത്തരാം, ഇത് വാങ്ങിത്തരാമെന്നൊക്കെ. ഞാൻ സ്നേഹക്ക് റിലേഷൻ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വലിയ സന്തോഷമായി. പിന്നെ ഇങ്ങനെ അവളോടായിട്ട് അടുക്കുമെന്നായി ചോദ്യം. എനിക്ക് പേഴ്സണലി മനസ്സിൽ പ്രണയം മറച്ചു വെച്ച് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് കൈ കൊടുക്കുന്നതിൽ താല്പര്യമില്ല. പക്ഷേ ഇവിടെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഞാൻ അവന് ആ വഴി തന്നെ പറഞ്ഞു കൊടുത്തു. അവന് സ്നേഹിയായിട്ട് FB നല്ല ഫ്രണ്ട്സായി. അവർ പരസ്പരം വല്ലാതെ അടുത്തു. പക്ഷെ അവൻ ഇതൊരാളോട് ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞിട്ടില്ല. ഞാൻ അവനോട് പറഞ്ഞു, നീ നാളെ ഓൺലൈൻ വരികയോ അവൾക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യല്ലേ എന്ന്. കാർത്തിക് ഞാൻ പറഞ്ഞ അക്ഷരം പ്രതി അനുസരിച്ചു. സ്നേഹാകെ സങ്കടത്തിലായി. അവൾ അവന് ഒരുപാട് മെസ്സേജ് അയച്ചു. എവിടെയായിരുന്നു എന്താ മെസ്സേജ് അയക്കാത്തതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ആ പ്രണയം അവിടെ തുടങ്ങിയായിരുന്നു സുഹൃത്തുക്കളെ. ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കാർത്തിക് വല്ലാതെ മാറി തുടങ്ങി. എന്തോ ഒരു ഓവർ പൊസസീവ്നെസ്സായി മാറി. സ്നേഹാധികാരോട് മിണ്ടാൻ പാടില്ല, നടക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, സദാസമയം അവനായിട്ട് സംസാരിക്കണം. അതൊക്കെ കാണുമ്പോൾ എനിക്ക് പോലും വല്ലാതായി. ഇടയ്ക്കിടയ്ക്ക് വഴക്കും സ്നേഹമൊക്കെ ആയിട്ട് അവരുടെ ജീവിതം മുമ്പോട്ട് പോയി. അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേർന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ കോളേജിലെ ഫെസ്റ്റ് വന്നു. കാർത്തികിന് വലിയ ആഗ്രഹം സ്നേഹ വീട്ടിൽ കൊണ്ടുപോയി വിടണം, അത് അവൻ്റെ കാറിൽ. സ്നേഹയാണെങ്കിൽ ഞാനില്ലാതെ പോകത്തില്ല എന്ന് വാശി. ഇതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. എന്താണെന്നോ, ഈ കാർത്തികും സ്നേഹം വഴക്കിടുമ്പോൾ സോൾവ് ചെയ്യാൻ ഇടയ്ക്ക് നിൽക്കുന്ന ഞാനായതുകൊണ്ട് തന്നെ അവൻ എന്നെ വിളിച്ചിട്ട് മണിക്കൂറുകളോടെ കുറ്റം പറയും. എനിക്കിവനെ ഈ പ്രണയവും വാങ്ങാത്തലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ ഇരുന്നായിരുന്നു ഫോൺ വിളി. ഇവൻ വിളിക്കുമ്പോൾ ഞാൻ റൂമിൽ കയറും. കാരണം അമ്മാതിരി തെറിയാണ് വിളിക്കുന്നത്. അച്ഛന് ഇതിലെന്തോ സംശയം തോന്നി കാണും. അങ്ങനെയൊക്കെ ഒരു ദിവസം രാത്രി കുരിശ് വരക്കാൻ വിളിക്കാനായി അച്ഛൻ റൂമിൽ വന്നു. അച്ഛൻ നോക്കുമ്പോൾ ഞാൻ കട്ട ഫോൺ വിളി. അച്ഛൻ എന്നോട് ചോദിച്ചു, ആരാ മുത്തേ ഫോണില്? മുത്തേ എന്നുള്ള പേരായിട്ട് തെറ്റിദ്ധരിക്കേണ്ട, വീട്ടിലെൻ്റെ ചെല്ലപ്പേരാ മുത്ത്. ഫ്രണ്ടാണ് അച്ഛാ, കോളേജിൽ പഠിക്കുന്ന, പേര് കാർത്തിക്. അച്ഛൻ ശരിയെന്ന് പറഞ്ഞ് തലവിളിക്ക് പോയി. അതിനടുത്ത ദിവസം ഇതന്നെ അവസ്ഥ. മുത്തേ വാ കുരിശ് വരക്കാം. അച്ഛൻ ഫോണിൽ കാർത്തിക, ഞാനിപ്പോൾ വരാവേ. പിന്നെ ഈ തുടർന്നപ്പോൾ അച്ഛന് ദേഷ്യമായി. അച്ഛൻ അടുത്ത ദിവസം പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോഴും കാർത്തിക് ഫോണിലുണ്ടായിരുന്നു. അവനെന്തിനാ എപ്പോഴും നിന്നെങ്ങനെ വിളിക്കുന്നേ? അച്ഛൻ അല്പം ദേഷ്യം കലർന്ന സ്വരത്തിൽ ചോദിച്ചു. എനിക്ക് എന്തു പറയണമെന്നറിയില്ല. ഫ്രണ്ടിൻ്റെ ലൈനാണെന്നൊക്കെ ഇങ്ങനെ അച്ഛനോട് പറയും. ഞാൻ മെല്ലെ പറഞ്ഞു, അച്ഛാ അവനെൻ്റെ ഫ്രണ്ടാണ്, വേറെ ഒന്നുമല്ല. അങ്ങനെ ആ പ്രശ്നമായിരിക്കുമ്പോഴാണ് ഫെസ്റ്റ്. ഞാൻ ഒരുവിധം സമ്മതിച്ചു. പ്രോഗ്രാം കഴിഞ്ഞിറങ്ങിയപ്പോൾ 5:30 ഞാൻ ഓർത്തു, കാറിൽ പോയാൽ നേരത്തെ വീട്ടിലെത്താലോ. കാരണം അന്ന് പള്ളിയിൽ മരിച്ചവരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോളേജിൽ നിന്നിറങ്ങി. ഇപ്പോൾ വീട്ടിലെത്തുന്നതിൻ്റെ പ്രതീക്ഷ മുഴുവൻ ആ കാറിൽ കയറിയപ്പോൾ ഇല്ലാതെയായി. കാറ് വളരെ പയ്യാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. സാധാരണ ബസ്സിൽ 1/4 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തുന്ന ഞാൻ ആ കാറിൽ കയറിയിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും സ്നേഹയുടെ വീട് പോലും ആയില്ല. കാറിൽ കയറാൻ തോന്നിയ ആ നിമിഷത്തെ ഞാൻ മനസ്സിൽ 100 തവണ പഴിച്ചു. പക്ഷേ സ്നേഹയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. സ്നേഹയുടെ വീടെത്തിയതും കാർത്തികിന് സ്നേഹയുടെ വീട് കാണണമെന്നായി. സ്നേഹയുടെ വീട്ടുകാർ സ്നേഹത്തോടെ ക്ഷണിച്ചപ്പോൾ കാർത്തിക് ഒരു കൂസലുമില്ല അകത്തേക്ക് കയറിപ്പോയി. പുറകെ ഞാനും. അപ്പോഴേക്കും സ്നേഹയുടെ ചേച്ചി ജ്യൂസും മറ്റു പലഹാരങ്ങളും കൊണ്ടുവന്നു. എനിക്കാണെങ്കിൽ ഒന്നും തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല. വല്ലാത്തൊരവസ്ഥ. അങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ കോളിനെ തേടിയെത്തിയത്. മുത്തേ നീ എവിടെയാ? കോളേജിലാണോ? അച്ഛൻ കലിപ്പിലാണെന്ന് ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അച്ഛാ ഞാൻ സ്നേഹയുടെ വീട്ടിലുണ്ട്. കൂടാരാ? കാർത്തികൻ്റെ അച്ഛാ, അവനെന്നെ കൊണ്ടുവിടും. ഞാൻ പറഞ്ഞു തരും മുമ്പേ അച്ഛൻ കോൾ വെച്ചു. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ 8 മണി. സത്യം പറഞ്ഞാൽ എനിക്ക് ആ പേടിയായിരുന്നു. അച്ഛൻ പുറത്തുതന്നെ ഉണ്ടായിരുന്നു. അവൻ വീട്ടിലേക്ക് കയറിയില്ല. ഞാൻ കാർത്തികിനെ ടാറ്റ കൊടുത്ത് അകത്തേക്ക് കടന്നു. അച്ഛൻ എൻ്റെ കൈക്കിട്ടടിച്ചു. ഞാനാകെ ഷോക്കായി. ഇതിപ്പോൾ എന്തിനാ എന്നെ അടിച്ച്? ലേറ്റായതിനാവും ഞാൻ ഓർത്തു.
അമ്മ അംഗം വെട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഉണ്ണിയാർച്ചയെ പോലെ നടുവിന് കൈയും കൊടുത്ത് വരാന്തയിൽ നിൽപ്പുണ്ട്. എവിടെയായിരുന്നടി? അമ്മയാണ്. ഞാൻ സ്നേഹയുടെ വീട്ടില്. പറഞ്ഞു തീരും മുമ്പേ അമ്മ എന്നെ വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി. പുറത്തുനിന്ന് അച്ഛൻ. അവള് കാർത്തികിന്റെ കൂടെ കാറിൽ വന്നിരിക്കുന്നു. ഞാനാണെങ്കിൽ ഇപ്പോൾ കരയുന്ന പോലെയായി. കാറിലോ? ഫ്രണ്ട് സീറ്റിലോ ബാക്ക് സീറ്റിലോ? എന്റെ ദൈവമേ, എന്ത് ധൈര്യം ഉണ്ടായിട്ടടി നീ ഒരു ആൺകൊച്ചിന്റെ കൂടെ കാറിൽ? അമ്മ കരയാൻ തുടങ്ങി. ഞാൻ കണ്ണും വീഴ്ച നോക്കിയിരുന്നു. അവൻ എന്നെ ഇടയ്ക്ക് വിളിച്ചോണ്ടിരുന്നപ്പോഴേ എനിക്ക് തോന്നിയതാ. എന്റെ കർത്താവേ, അച്ഛൻ ഇത് എന്തുവായി പറയുന്നേ? അമ്മ എന്റെ മുമ്പിലേക്ക് ബൈബിൾ നീട്ടി. സത്യം ചെയ്യടി, സത്യം ചെയ്യാൻ. നീ അവന് തമ്മിലൊരു ബന്ധമില്ലെന്ന് സത്യം ചെയ്യടി. അമ്മ ഡയലോഗ് കൂടി പറഞ്ഞപ്പോൾ എന്റെ കണ്ണുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നായി. എന്റെ കർത്താവേ, ഇവര് ഞാനും കാർത്തികും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്റെ ഈശോയെ, ഞാൻ ഇനി എന്നാ ചെയ്യുന്നേ? ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയോടും അച്ഛനോടും പറഞ്ഞു. അച്ഛ, അമ്മേ, സത്യമായിട്ട് ഞാനും അവന് തമ്മിലൊരു ബന്ധമില്ല. എനിക്ക് അവനൊരു സഹോദരനെ പോലെ ഉള്ളൂ. അച്ഛൻ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. എന്റെ പഠിത്തം നിർത്താൻ പോവാണ്, കല്യാണം നടത്താൻ പോവാന്നൊക്കെ. ഞാൻ ആകെ പേടിച്ചു, കരഞ്ഞ് കാല് പിടിച്ചു. അച്ഛൻ ആ ദേഷ്യത്തിൽ എന്നെ 2 ദിവസം കോളേജിൽ വിട്ട പോലുമില്ല. അച്ഛനോട് ഞാൻ വാക്ക് പറഞ്ഞു, കാർത്തികായിട്ട് ഇനി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ലെന്ന്. എന്നിൽ വിശ്വാസമുള്ളതുകൊണ്ട് അച്ഛൻ എന്നെ വീണ്ടും കോളേജിൽ പോകാൻ സമ്മതിച്ചു. എന്തോ പിന്നെ ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോയിട്ടില്ല. കാർത്തികായിട്ടുള്ള കമ്പനി അതോടെ നിർത്തി. സ്നേഹ ഇന്നും എൻ്റെ നല്ല കൂട്ടുകാരിയാണ്. വൈകാതെ സ്നേഹയും കാർത്തികും പിരിഞ്ഞു. അവൻ്റെ ദേഷ്യം അവൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായപ്പോൾ അവളെല്ലാം നിർത്തി. അതോടെ ഞാൻ ഈ പ്രണയത്തിന് ദൂതായി നിൽക്കുന്ന പരിപാടി അടച്ചുപൂട്ടി. ഓരോരോ പണി വരുന്ന വഴിയേ